നമസ്കാരം. വോയിസ് ഓഫ് വിജീഷിലേക്ക് സ്വാഗതം. കുറേ കാലമായി ഒരു വീഡിയോ ചെയ്തിട്ട് നിലവിൽ പ്രത്യേകിച്ചുള്ള അപ്ഡേഷൻസോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ കുറച്ച് പുതിയ സംഭവങ്ങൾ പൊതുവെ വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അതുമായിട്ട് അറിയിക്കാമെന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ പോളണ്ടുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടായിരുന്നു. അതെ, ഇതിപ്പോഴത്തെ അവസ്ഥ സത്യം പറഞ്ഞാൽ അത് തന്നെയാണ്. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം പറയാതിരിക്കുകയാണ് നല്ലത്. ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഇപ്പം നിലവിൽ നമുക്കറിയാം, ഡ്രോയിൽ ഡേറ്റ് കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. കുറേയൊക്കെ ഡേറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ കിട്ടുന്നെങ്കിൽ ഒരു 99.9%. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അറിവിൽ ഇപ്പോൾ 100% വിസ അടിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റേ 6 മാസ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേയൊക്കെ വിസ അടിച്ച് പോകുന്നുണ്ട്. അതും കുറേ റിജക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ 31-ാം തീയതി മുതൽ പുതിയൊരു മെസ്സേജ് വന്നിരിക്കുന്നു. ഡെയിലി നറുക്കെടുപ്പാണ്. അതായത് 31-ാം തീയതി വന്നിരിക്കുന്ന മെസ്സേജ്, ഇന്നത്തെ ഡ്രോയിൽ നിങ്ങൾക്ക് കിട്ടിയില്ല, 1-ാം തീയതിയിലെ ഡ്രോയിൽ പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. അതിൽ തന്നെ 4-ാം തീയതി 5-ാം തീയതി ആണെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ്. 3-ാം തീയതിയിൽ 4-ാം തീയതി 10 മുതൽ രാവിലെ 9 മണി മുതൽ 11:30 വരെ സബ്മിഷൻ. ബാക്കി എല്ലാ ദിവസവും ഈ 2 സബ്മിഷൻ. അതായത് 9 to 9:10, 9 മണിക്കൊന്ന്, 9:10. ഈ 3-ാം തീയതി 4-ാം തീയതി ഈ പറഞ്ഞ പോലെ 10 മണി വരെ സബ്മിഷനുണ്ട്. അപ്പോൾ ഏകദേശം 6 സ്ലോട്ട് പെർ ഡേ എന്നുള്ള രീതിയിലാണ് ആ 2 ദിവസം ഉള്ളത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നെക്സ്റ്റ് ഡ്രോ ടൈം കാണിച്ചിരിക്കുന്നത് 1/2/2025. അതിൻ്റെ സബ്മിഷൻ ഡേറ്റ് കാണിച്ചിരിക്കുന്നത് 3-ാം തീയതി മുതലാണ്. സാധാരണ നമുക്കറിയാം പിറ്റേ മാസത്തേക്കാണ് വരിക. ഒരു 30 ദിവസമൊക്കെ ഡേറ്റ് ഇട്ടാണ് വരുന്നത്. ആ ഒരു ടൈമിന് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ ഇത് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേന്ന് അല്ലെ 2 ദിവസം 3 ദിവസം കൊണ്ട് സബ്മിഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഈ സമയം കൊണ്ട് ആൾക്കാർക്ക് പേപ്പർ വർക്ക് ചെയ്യാൻ പറ്റില്ല. പലരുടെയും PCC ഡേറ്റ് കഴിഞ്ഞതായിരിക്കും. കുറേ കാലങ്ങളായിട്ട് നോക്കിയിരിക്കണം. പുതിയ PCC എടുക്കണം. ബാക്കി ഉള്ള പേപ്പർ വർക്കുകൾ മുഴുവൻ ചെയ്യണം. പേപ്പർ വർക്ക് അപ്പോസ്റ്റ് ചെയ്യേണ്ടതാണ്, അത് ചെയ്യണം. ഇങ്ങനെയേറെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഇവരുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നിപ്പം ഒരു പ്രത്യേകമായിട്ട് നമുക്ക് അറിയിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് തന്നെ നമുക്ക് ഇപ്പോൾ സൗത്തിലൊക്കെ നോക്കിയാൽ അറിയാം. ഈയിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡൽഹിയുടെ ഇത് കയറി നോക്കുമായിരുന്നു. അവിടെയൊക്കെ കണ്ടമാനം സ്ലോട്ട് കൊടുക്കുകയാണ്. തള്ളലൊന്നും അല്ല, തെളിവ് സഹിതമുള്ള കാര്യം. ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിച്ചു കൊടുക്കാവേ. ഇപ്പോൾ ഇതിനകത്ത് ഡൽഹിയുടെ ഞാൻ കയറി നോക്കിയപ്പോൾ കണ്ടൊരു സംഭവം എന്ന് പറയുന്നത് 3/2/2025. തള്ളാണോ നോക്കുവാവേ. 3/3/2025 9 മണി മുതൽ 11:30 വരെ സബ്മിഷൻ. അതായത് ഒരാഴ്ചത്തേക്കുള്ള സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം 16 സ്ലോട്ട്. അങ്ങനെ 3-ാം തീയതി 4-ാം തീയതി 5-ാം തീയതി 6-ാം തീയതി 7-ാം തീയതി, അതായത് ഒരു മാസം കഴിഞ്ഞ് മാർച്ചിലേക്കുള്ള സബ്മിഷനാണ്. ഒരു ദിവസം 16 സ്ലോട്ട്. അപ്പോൾ ആ ഒരൊറ്റ സെൻറ്ററിൽ മാത്രം 96 സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോർത്തിലേക്ക് ഇഷ്ടംപോലെ സ്ലോട്ടുകൾ ഓപ്പൺ ആകുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകാനുള്ളത്, നമ്മൾക്ക് പോളണ്ടിലേക്ക് പോകാനുള്ളത് നിൽക്കുന്നത് സൗത്തിൽ നിന്നാണ്. പക്ഷെ സൗത്തിലേക്ക് സ്ലോട്ടുകളില്ല. അതിപ്പോൾ സ്ലോട്ട് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇന്ന് ഡേറ്റ് കിട്ടിയാൽ നാളത്തെ കഴിഞ്ഞ് സബ്മിഷന് പോകണം. ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെയിലി നറുക്കെടുപ്പാണ്. 31-ാം തീയതി നറുക്കെടുപ്പ് കഴിഞ്ഞു, 1-ാം തീയതി നറുക്കെടുപ്പ് കഴിഞ്ഞു, ഇന്ന് 2-ാം തീയതി ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച ഇന്നും ലക്കി ഡ്രോയിൽ ഇത് വന്നെന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് സംഭവിച്ചതാണ് എന്നറിയില്ല. ഒന്ന്, കാലങ്ങളായിട്ട് നോക്കിയിരുന്നിട്ട് കിട്ടിയിട്ട് വെറുതെ കൊണ്ട് ഇപ്പോൾ VFC കാശ് കൊടുക്കുന്ന അവസ്ഥയിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ വിസ അടിക്കുന്നില്ല. നമുക്കൊക്കെ ഗ്രൂപ്പിലുള്ള ഒത്തിരി പേരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാവർക്കും 10th റീസൺ അടിച്ച് രജിസ്ട്രേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിസ അടിച്ചതായിട്ട് ഇപ്പോൾ 2 മാസത്തിനിടയ്ക്കാണെങ്കിൽ വിസ അടിച്ചായിട്ട് കേൾക്കാൻ പോലുമില്ല. ആ ലക്കി ഡ്രോ തുടങ്ങിയ സമയത്തൊക്കെ കുറേ പേർക്ക് വിസ അടിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ ചെയ്യാവുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ തന്നെ
എംബസിക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എംബസിക്ക് നാളെ രാവിലെയൊക്കെ തന്നെ മെയിൽ അയക്കാൻ പറ്റുമെങ്കിൽ മെയിൽ അയക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഡേറ്റ് കിട്ടിയ പലരും നിസ്സഹായരായിട്ട് നിൽക്കുകയാണ്. സബ്മിഷൻ പോകാൻ പറ്റില്ല. PCC ഇല്ല. ബാക്കി ഈ പറഞ്ഞ പേപ്പറുകൾ, ഇൻഷുറൻസ്, ഡെമി ടിക്കറ്റ്, കവറിംഗ് ലെറ്റർ, SOP ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കണം. ഇത് കൂടാണ്ട് ചിലർക്ക് പേപ്പറുകൾ അപ്പോസ്റ്റ് ചെയ്യേണ്ടതുണ്ടാകാം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം, അഫിഡവിറ്റ് റെഡിയാക്കണം. ഇതിനെല്ലാം കൂടി ഈ ടൈം കിട്ടാണ്ട് വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങളൊക്കെ തന്നെ എംബസിക്ക് മെയിൽ അയക്കുക. എംബസി ഇപ്പോൾ അംബാസഡർ പുതിയൊരു ആൾ മാറി വന്നതിന് ശേഷമാണ് 22-ാം തീയതി ആൾ മാറിയെന്നാണ് കേട്ട്. ആൾ മാറി വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ വിഷയങ്ങൾ ഇപ്പം അതോട് ഒന്നുമെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലക്കി ഡ്രോയി ഡേറ്റ് കൊടുക്കുന്നത് അതിനകത്ത് തന്നെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്ന പോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും രജിസ്ട്രേഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പുറകെ പോയ ആൾക്കാരുടെ എല്ലാം പൈസ പോകുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 80,000 85,000 1 ലക്ഷമൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഡേറ്റ് എടുത്ത് കൊടുക്കും. അപ്പോൾ VFS ചെന്ന് കഴിയുമ്പോൾ ഓൾറെഡി പേര് അവിടെ ഉണ്ടാകില്ല. അവർ എംബസിക്ക് മെയിൽ അയച്ചിട്ട് എംബസിയിൽ നിന്ന് മെയിൽ വന്നാൽ നമ്മൾ സബ്മിഷൻ നടത്തുന്നു. 3-ൻ്റെ 4-ൻ്റെ പാസ്പോർട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അവിടെ എന്തോ റേഡിയോ പരിപാടിയൊക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം അങ്ങനെ എന്തൊക്കെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശരിയോ തെറ്റോന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ എല്ലാ ദിവസവും ഡ്രോ വെച്ചിട്ട് ഡേറ്റ് കൊടുക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് നല്ല കാര്യം തന്നെ. പക്ഷേ നമുക്ക് ഇങ്ങനെ ഡേറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് കാര്യകാരണങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. മറ്റേ ഡൽഹിയുടെ ഇതിലുള്ള സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതേ മോഡലിൽ സ്ലോട്ട് കൂട്ടിക്കൊണ്ട് ഒരു മിനിമം ഒരു 20 ദിവസത്തെങ്കിലും ഗ്യാപ്പ് ഇട്ടേച്ച് ഡേറ്റ് തരാൻ പറഞ്ഞ് നിങ്ങളൊക്കെ എംബസിക്ക് ഒന്ന് മെയിൽ അയക്കണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ നിലവിലെ അവസ്ഥ നമ്മൾ പയ്യൻ നേരത്തെ പറഞ്ഞതുപോലെ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുതെന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വർക്ക് പെർമിറ്റ് കിട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ. ഒത്തിരിയേറെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അത് നിലവിൽ അവിടെ ഉള്ളവർക്കും ഇനി കയറി പോകാൻ പോകുന്നവർക്കും ഒത്തിരി ഗുണകരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കമ്പനി തട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് പെർമിറ്റ് വരും. അങ്ങനെയൊക്കെ കണ്ടുപോകാൻ പെർമിറ്റുകൾ ഇഷ്യൂ ചെയ്ത് ഒത്തിരിയേറെ ഏജൻസികൾ കൊടുത്തല്ലേ ഒത്തിരിയേറെ കൂട്ടുകാരന്മാർ കൊടുത്ത് ആ പേപ്പറുകൾ കണ്ടുപോകാനോ ആപ്ലിക്കേഷൻസ് വന്നതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. 2, ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്കിലാണെങ്കിലും എങ്ങനെയും ഡേറ്റ് എടുത്ത് എനിക്ക് കയറി പോകണമെന്നുള്ള ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അത് ആർക്കാലും കുറ്റം പറയാൻ പറ്റില്ല. കാലങ്ങളായിട്ട് നോക്കിയിരുന്ന് എങ്ങനെയും ബിസ് അടിച്ച് കയറിപ്പോയാൽ 10 പൈസ സമ്പാദിക്കാമെന്നുള്ള ലക്ഷ്യത്തിലാണ്. അതിൻ്റെ പേരിലൊക്കെ ആയിട്ട് കൂടുതൽ ഈ അഴിമതിയും കാര്യങ്ങളും അതിന് ഇപ്പോൾ കിട്ടാത്തവരുടെ കംപ്ലയിൻറ്റ് ഒരു വശത്തോടെ ഉണ്ടാകാം. ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്ന പ്രകാരമാണെങ്കിൽ കൃത്യമായിട്ട് ടാക്സ് അടച്ച് പോകുന്ന അല്ലെങ്കിൽ ഇത്രയും തൊഴിലാളികളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉറപ്പുള്ള കമ്പനികൾക്ക് മാത്രമേ ഇനി പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയുള്ളൂ. പണ്ടത്തെ പോലെ ഏതെങ്കിലും ഒരു പെട്ടിക്കട പോലെ തട്ടിക്കൂട്ടിയിട്ട് പെർമിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് ഫീസും കിട്ടിയാൽ ചവറ് പോലെ പെർമിറ്റ് വരുന്ന പരിപാടി നിന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അൺസ്കിൽഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറ്റഗറിക്കൊക്കെ കണ്ടമാനം റെസ്ട്രിക്ഷൻസ് വരും. ജെനുവിനായിട്ട് ടാക്സും കാര്യങ്ങളൊക്കെ അടച്ചു പോകുന്ന കമ്പനികൾക്ക് പെർമിറ്റ് കിട്ടും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വിസയടിച്ച് കിട്ടും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നിലവിൽ കിടക്കുന്നതെല്ലാം കൂടെ അടിച്ചൊഴിവാക്കുന്ന ഭാഗമാണോ ഇതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് മാത്രമല്ല ഈ അടുത്തൊക്കെ എല്ലാ റിജക്ഷനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതിങ്ങനെ കൂടെ വന്നു കഴിയുമ്പോൾ എല്ലാ പഴയ പെർമിറ്റുകൾ കാലിയാക്കുന്ന ഭാഗമാണ് ഇതെന്നറിയില്ല. നമ്മൾ സബ്മിഷൻ ചെയ്യാൻ പോകുമ്പോൾ 18,500 രൂപയാണ് നമ്മൾ പ്രീമിയം കൗണ്ടറിൽ അടയ്ക്കേണ്ടത്. പിന്നെ റീ അപ്പീൽ പോകുമ്പോൾ വീണ്ടും പ്രീമിയം കൗണ്ടറാണെങ്കിൽ 18,500 അടയ്ക്കണം. അപ്പോൾ ഇതൊക്കെ ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സൗമ്യമായ രീതിയിൽ നമ്മൾ എംബസിക്ക് കുറേ ഏറെ ആൾക്കാർ മെയിൽ അയക്കുകയാണെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ മെയിൽ അവർ ചെക്ക് ചെയ്യും. അവർക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മളിതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ഇതുപോലെ പൊതുസമൂഹത്തിലേക്ക് വരുന്നുണ്ടെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു മാറ്റം കൊടുക്കും. ഇപ്പോൾ ഡേറ്റ് എല്ലാ ദിവസവും ലക്കി ഡ്രോയിൽ ഡേറ്റ് ഓപ്പൺ ആക്കുന്നത് നല്ല കാര്യമാണ്. കൂടുതൽ ആൾക്കാർക്ക് ഡേറ്റ് കിട്ടും. പക്ഷേ അതൊരു മിനിമം ഒരു 15-20 ദിവസമെങ്കിലും ഗ്യാപ്പ് നമുക്ക് കിട്ടിയാൽ മാത്രമാണ് ഈ പേപ്പർ വർക്കുകൾ ഇവർക്കെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തു കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ PCC കിട്ടാനുള്ള കാലതാമസം, പിന്നെ ട്രാവൽ ചെയ്ത് വരാൻ 2 ദിവസം എടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും ഓരോ മെയിൽ അയക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ അത് ഡൽഹിയിൽ ഇപ്പോൾ നോർത്ത് സോണിൽ ഇങ്ങനെയാണ്, അതേ സിസ്റ്റം തന്നെ നമുക്ക് സൗത്ത് സോണിലേക്ക് ആക്കി തരാൻ പറഞ്ഞുകൊണ്ട് ഇതാക്കി കൊടുക്കുക എന്നുള്ളതാണ് ശരിയായ സംഭവം. അതുപോലെ ഇനിയാണെങ്കിലും പുതിയതായിട്ട് ആൾക്കാർ പോയി കണ്ടവാനം പോയി പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞ പോലെ തന്നെ പോളണ്ടിലേക്ക് പോയി കണ്ടവാനം തല വെക്കാതിരിക്കുകയായിരിക്കും നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴും പല ഏജൻസികൾ ഇപ്പോൾ ഈ വർഷം തൊട്ട് മാറ്റം വരുന്നതൊക്കെ പറഞ്ഞിട്ട് പേപ്പർ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ എമൗണ്ട് മേടിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നതാണ്, വർക്ക് പെർമിറ്റിന് വേണ്ടി കണ്ടവാനം പൈസ കൊടുത്ത് പെട്ടുപോകരുത്. ലക്ഷങ്ങൾ കൊടുത്ത ആൾക്കാരുണ്ട്. നമ്മുടെ GCC ഒക്കെ ബേസ് ചെയ്തിട്ട് കാശ് പോയ ആൾക്കാർ ഒത്തിരിയുണ്ട്. അതുകൂടാണ്ട് തന്നെ ഈ അടുത്ത ദിവസം തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നൊരു കമ്പനിയിലാണ്. ആ കമ്പനിയിലേക്ക് ഒരു ഡ്രൈവർ പുതുതായിട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പുള്ളിയുടെ കൂട്ടുകാർക്കൊക്കെ ആയിട്ട് ഏതാണ്ട് 50-60 പെർമിറ്റാണ് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ മേടിച്ചിട്ട് പേപ്പർ കൊടുത്തിരിക്കുന്നത്. ഇതുമായിട്ട് ഈ പാവങ്ങൾ നടക്കുകയാണ്. ബാക്കി വർക്ക് മുഴുവൻ ഇവർ ചെയ്യണം, ഡേറ്റും കിട്ടാനില്ല. അങ്ങേരുടെ കയ്യിലേക്ക് 50 പെർമിറ്റ് കൊടുത്തപ്പോഴത്തേക്ക് ഒരു 50 to 75 ലക്ഷം രൂപ പുള്ളിയുടെ കയ്യിൽ കിട്ടി. 3 വർഷത്തെ പെർമിറ്റാണ്. പെർമിറ്റ് കാലാവധി തീരാണ്ട് ഈ പറഞ്ഞ ആൾക്കാർക്ക് തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റുമോ?
അതുകൊണ്ട് ഇങ്ങനെയുള്ള ചതിക്കുഴികളൊന്നും പോയി ചാടാതെ ഇരിക്കുക. അപ്പോൾ ഈ ഇൻഫർമേഷന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഈ പോളണ്ടുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പോകാൻ നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങളിത് എത്തിച്ചു കൊടുക്കുക.